പാകിസ്ഥാൻ രണ്ടും കൽപ്പിച്ചാണ് ഒരു യുദ്ധത്തിനുള്ള ഭീഷണി അവർ മുഴക്കി കഴിഞ്ഞിരിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാര്യം സിന്ധു നദീജല കരാറിന്റെ ഭാഗമായി ഇന്ത്യ അത് റദ്ദാക്കിയതാണ്. കഴിഞ്ഞ ദിവസം രാജ്നാഥ് സിംഗ് പറഞ്ഞിരുന്നു, ഭീകരവാദം നിർത്താതെ ഒരു തുള്ളി വെള്ളവും നിങ്ങൾക്ക് തരില്ല എന്ന്. ഇതോടുകൂടി തന്നെ പാക് ഭരണാധികാരികൾ രോക്ഷാകുലരായി ഇന്ത്യക്കെതിരെ പോർവിളി മുഴക്കിയിരിക്കുകയാണ്. അവർ പറയുന്നത് ഐക്യരാഷ്ട്രസഭയുടെ നിയമം അനുസരിച്ച് വെള്ളം വിട്ടു നൽകാത്തത് യുദ്ധമായി തന്നെ കണക്കാക്കും. ആ യുദ്ധത്തിനെതിരെ പ്രതികരിക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാണ്. 25 കോടി ജനങ്ങളെ അത് ബാധിക്കുന്നുണ്ട്. സിന്ധ് ബലൂചിസ്ഥാൻ മേഖലയിൽ കൃഷി ഏതാണ്ട് നിലച്ചമട്ടാണ്. കുടിവെള്ളത്തിനും ആളുകൾ ബുദ്ധിമുട്ടുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യക്ക് എതിരെ തങ്ങൾ പടയൊരുക്കം നടത്തുന്നത് എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ ചെയ്യുന്നത് ഒരു യുദ്ധ നടപടിയായിട്ട് മാത്രമേ തങ്ങൾക്ക് കാണാൻ കഴിയൂ. അതിന് മറുപടി യുദ്ധം തന്നെയാണ് എന്നുകൂടി പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് താഹിർ അൻവർ ഡ്രാബി പറയുന്നു. അദ്ദേഹം പറയുന്നത് 25 കോടി ജനങ്ങൾ ഇപ്പോൾ കൊടിയ ദുരിതത്തിലാണ്. ഇതിന് അറുതി വരുത്തിയേ മതിയാകും. ഐക്യരാഷ്ട്രസഭ പോലും പറയുന്നുണ്ട് നദീജലം പങ്കിടുന്ന കാര്യത്തെക്കുറിച്ച്. പക്ഷേ ഇന്ത്യ കടുംപിടുത്തം തുടരുകയാണ്. ഇത്തരത്തിൽ വെള്ളം വിട്ടു നൽകിയില്ലെങ്കിൽ ഈ ആർട്ടിക്കിൾ 51 അനുച്ഛേദം അനുസരിച്ച് ഐക്യരാഷ്ട്രസഭ തന്നെ പറയുന്നു അതൊരു യുദ്ധക്കുറ്റമായി തന്നെ കണക്കാക്കാമെന്ന്. എങ്കിൽ തന്നെ തങ്ങൾ ഇന്ത്യക്കെതിരെ ആക്രമിക്കുന്നു. ഏതായാലും ഇന്ത്യ വളരെ കടുത്ത ജാഗ്രതയിലാണ്. കാരണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണത്തിനുള്ള സാധ്യത വളരെയധികം കൂടിയിരിക്കുന്നു എന്ന് ഇന്ത്യ മനസ്സിലാക്കുന്നു. കാരണം ഈ ജലത്തിന്റെ പേരിൽ ഭാവിയിൽ യുദ്ധമുണ്ടായേക്കാമെന്ന് ഈ ഉടമ്പടി റദ്ദ് ചെയ്ത സമയത്ത് തന്നെ ഇന്ത്യക്ക് അറിയാമായിരുന്നു. അതിപ്പോൾ കുറച്ചുകൂടി മൂർച്ഛിച്ചിരിക്കുന്നു. കാരണം ഇപ്പോൾ വേനൽക്കാലമാണ്. പാകിസ്ഥാനിൽ കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് അവർ എത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.